ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമ്പൾ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ആൽക്കെയിൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഇൻട്രൊഡക്ഷനും ജനറൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനും ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കേണ്ടാവുക. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ആൽക്കെയിൻസ് എന്ന് നോക്കാം. സോ ആൽക്കെയിൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഹൈഡ്രോ കാർബൺസ് ആണ്. എന്താണ്? ഹൈഡ്രോ കാർബൺസ് ആണ്. അതിനകത്ത് ഹൈഡ്രോ കാർബൺ, അതായത് ഹൈഡ്രജനും കാർബൺ ആറ്റവും ഉണ്ട് എന്നുള്ളതാണ്. ഇത് ട്രീ ലൈക്ക് സ്ട്രക്ചറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാർബൺ കാർബൺ ബോണ്ട് സിംഗിൾ ബോണ്ടിലായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു അറേഞ്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സാച്ചുറേറ്റ് ഹൈഡ്രോ കാർബൺസ് എന്നാണ് പറയാറുള്ളത്. ഈ ഒരു അറേഞ്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സാച്ചുറേറ്റ് ഹൈഡ്രോ കാർബൺസ് എന്നാണ് പറയാറുള്ളത്. അതായത് ഈ ഒരു സിംഗിൾ ബോണ്ടായിട്ട് ഇരിക്കുന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ്? ഫുള്ളി സാച്ചുറേറ്റ് വിത്ത് ഹൈഡ്രജൻ ആറ്റംസ് ആണ്. എന്താണ്? ഫുള്ളി സാച്ചുറേറ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഹൈഡ്രോ കാർബൺസ് ആണ്, ഹൈഡ്രജൻ കാർബൺ ആറ്റം ഉണ്ട്, സിംഗിൾ ബോണ്ട് ആണ്, ഫുള്ളി സാച്ചുറേറ്റ് ആണ്. ഇനി ജനറൽ ഫോർമുല ഫോർ ആൽക്കെയിൻസ് പറയുവാണെങ്കിൽ CnH2n+2 ആണ്. N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റവും, പിന്നെ അത് മാത്രമല്ല എവരി N കാർബൺ ആറ്റത്തിന് 2n+2 ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ജനറൽ ഫോർമുല ഒന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ നോക്കി വെക്കുക. സോ ബേസിക്കലി എന്താണ് ആൽക്കെയിൻസ് അങ്ങനെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ചോദിക്കേണ്ടാവില്ല. പക്ഷേ ആൽക്കെയിൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രിപ്പറേഷൻസ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ജസ്റ്റ് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ നമുക്ക് എഴുതുന്നത് പോലെ ഈ ഒരു ടോപ്പിക് എഴുതാം എന്നുള്ളതാണ്. ഹൈഡ്രോ കാർബൺ, ഹൈഡ്രജൻ കാർബൺ, സിംഗിൾ ബോണ്ട്, സാച്ചുറേറ്റ്, CnH2n+2 ഇത്രയുമാണ് നമ്മൾ ഇവിടെ നോക്കിയത് കേട്ടോ. സോ നമുക്കിനി സ്ട്രക്ചറൽ ക്യാരക്ടേഴ്സ് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് കോവാലന്റ് ബോണ്ടിങ്. ആൽക്കെയിൻസിന് സ്ട്രോങ് കോവാലന്റ് ബോണ്ട് ഉണ്ട്. ഒന്നും കൂടെ പറയാം, ആൽക്കെയിൻസ് സ്ട്രോങ് കോവാലന്റ് ബോണ്ട് ഉണ്ട് ബിറ്റ്വീൻ കാർബൺ ആൻഡ് കാർബൺ ഹൈഡ്രജൻ. സോ കാർബണും കാർബൺ ഹൈഡ്രജനും ബിറ്റ്വീൻ എന്തുണ്ട്? ഒരു സ്ട്രോങ് കോവാലന്റ് ബോണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കെമിക്കലി ഇനേർട്ട് അല്ലെങ്കിൽ അൺറിയാക്റ്റീവ് എന്നും പറയാറുണ്ട്. എന്ന് പറയാറുണ്ട്. സോ ബേസിക്കലി ഈ ഒരു ഇനേർട്ട്നെസ് ഉള്ളത് കൊണ്ട് തന്നെ പാരഫിൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, പാരഫിൻസ് അറിയാം അല്ലേ? സോ ഈ പാരഫിൻസ് തന്നെ ഒരു ലാറ്റിൻ ടേമിൽ നിന്ന് വന്നതാണ്, പാരിയം അഫീൻസ് എന്നാണ്. സോ അത് ലിറ്റിൽ അഫിനിറ്റി കുറവ് അല്ലെങ്കിൽ അഫിനിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നതാണ് പാരിയം അഫീൻസ് എന്ന ലാറ്റിൻ ടേമിൽ നിന്ന് പാരഫിൻ എന്ന വാക്ക് വന്നത്. ഇനി ഹൈബ്രിഡൈസേഷൻ പറയുവാണെങ്കിൽ എല്ലാ കാർബൺ ആറ്റവും, ഒന്നും കൂടെ പറയാം, ആൽക്കെയിൻസിലുള്ള എല്ലാ കാർബൺ ആറ്റവും sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. എല്ലാ കാർബൺ ആറ്റവും sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതായത് എന്താണ് ഈ sp3 ഹൈബ്രിഡൈസ്ഡ്? അതായത് 4 ബോണ്ടിങ് ഓർബിറ്റൽസ്, ശ്രദ്ധിക്കണേ, 4 ബോണ്ടിങ് ഓർബിറ്റൽസ് ആർ ഡിറക്റ്റഡ് ടുവാർഡ് ദ 4 കോർണർ ഓഫ് എ റെഗുലർ ടെട്രാഹിഡ്രൺ. സോ എന്താണ്? 4 കോർണർ ഓഫ് റെഗുലർ ടെട്രാഹിഡ്രണിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡിറക്റ്റ് ചെയ്യുന്നുണ്ട്. ആരെ? 4 ബോണ്ടിങ്സുകളെ. അപ്പോൾ ഒന്നും കൂടെ പറയാം, sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, കെമിക്കലി ഇനേർട്ട് ആണെന്ന് പറഞ്ഞു, അത് മാത്രമല്ല സ്ട്രോങ് കോവാലന്റ് ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഇനി ബോണ്ടിന്റെ സ്ട്രെങ്ത് നമുക്ക് നോക്കിയാലോ. ഞാൻ പറഞ്ഞു കാർബൺ ബോണ്ട് ഉണ്ട്, കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? സോ കാർബൺ ബോണ്ടാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ബോണ്ട് ലെങ്ത് എന്ന് വെച്ചാൽ 1.54 ആംസ്ട്രോങ് ആയിരിക്കും, ഫോമിങ് സ്ട്രോങ് സിഗ്മ ബോണ്ട്. സോ ബേസിക്കലി സിഗ്മ ബോണ്ട് ഫോം ചെയ്യുകയും 1.54 ആംസ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി കാർബൺ ഹൈഡ്രജൻ ബോണ്ടാണ് പറയുന്നതാണെങ്കിൽ എന്തായിരിക്കും? ബോണ്ട് ലെങ്ത് 1.12 ആംസ്ട്രോങ് ആയിരിക്കും, ഓൾസോ ഫോമിങ് സ്ട്രോങ് സിഗ്മ ബോണ്ട്. ഇനി ബോണ്ട് ആംഗിൾ പറയുവാണെങ്കിൽ ദ ബോണ്ട് ആംഗിൾ ബിറ്റ്വീൻ ആറ്റം ഇൻ ആൽക്കെയിൻ ആർ ടെട്രാഹിഡ്രൽ. ഒന്നും കൂടെ പറയാം, ബോണ്ട് ആംഗിൾ ബിറ്റ്വീൻ ആറ്റം ഇൻ ആൽക്കെയിൻസ് ആർ ടെട്രാഹിഡ്രൽ വിത്ത് എ വാല്യൂ ഓഫ് 105 ഡിഗ്രി. അപ്പോൾ എങ്ങനെയാണ്? 109.5 ഡിഗ്രി ആണ് എന്തുള്ളത്? വാല്യൂ പറയുന്നത്, അല്ലെങ്കിൽ 109.28 ഡിഗ്രി ആണ് കേട്ടോ. ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഈ പടം എന്തായാലും വരക്കാൻ പഠിക്കണം, ഡ്യൂ ടു ദ sp3 ഹൈബ്രിഡൈസേഷൻ. സോ ഓൾറെഡി ഈ ഒരു വാല്യൂവിൽ ചേഞ്ച് വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഈ കാർബൺ ആറ്റത്തിൽ ഉണ്ടാവുന്ന sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇപ്പം മനസ്സിലായോ നമ്മൾ എന്തിനാ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞതെന്ന്? sp3 ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ 3 ഡയമെൻഷൻ ഷേപ്പ് പറഞ്ഞ റീസൺ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്ത് പറഞ്ഞു ഞാൻ? കാർബൺ ബോണ്ട് 1.5 ആംസ്ട്രോങ് പറഞ്ഞു ബോണ്ട് ലെങ്ത്, കാർബൺ ഹൈഡ്രജൻ ബോണ്ട് 1.12 ആംസ്ട്രോങ് പറഞ്ഞു ബോണ്ട് ലെങ്ത്. ബോണ്ട് ആംഗിളിൻ്റെ കാര്യം പറഞ്ഞു, എന്താണ്? ബോണ്ട് ആംഗിൾ ബിറ്റ്വീൻ ആറ്റം ഇൻ ആൽക്കിൻ ആർ ടെട്രാഹിഡ്രൽ. മറന്നു പോകരുത്, വാല്യൂ 109.28 ആണെന്നുള്ളത് മറന്നു പോകരുത്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഓരോ റിയാക്ഷൻസ് നോക്കുവാണ്. സോ ഡീകാർബോക്സിലേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. സോ കാർബോക്സിലിക് ആസിഡിൻ്റെ ഡീകാർബോക്സിലേഷനെയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് കേട്ടോ. സോ ആൽക്കെയിൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഡീകാർബോക്സിലേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് വഴി ചെയ്താൽ മതി. ഇനി എങ്ങനെയാണ് ചെയ്യുന്നത്? ബൈ ഹീറ്റിംഗ് എ മിക്സ്ചർ ഓഫ് അൺഹൈഡ്രസ് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. അപ്പം നമ്മുടെ ഒരു കയ്യിൽ എന്തുണ്ട്? കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, അൺഹൈഡ്രസ് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഉണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ എന്തെടുക്കണം? സോഡ ലൈമും എടുക്കണം. അതിൻ്റെ കൂടെ സോഡിയം ഹൈഡ്രോക്സൈഡ് NOH എടുക്കണം,
കാൽഷ്യം ഓക്സൈഡ് CaO എടുക്കണം. അപ്പോൾ എന്തൊക്കെ ചെയ്തു നമ്മൾ? അൺഹൈഡ്രസ് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുത്തു, സോഡ ലൈം എടുത്തു, സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തു ആൻഡ് കാൽഷ്യം ഓക്സൈഡ് എടുത്തു. ഈ റിയാക്ഷൻസിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനെ എഫക്റ്റീവ്ലി റിമൂവ് ചെയ്യും. ദിസ് റിയാക്ഷൻ എഫക്റ്റീവ്ലി റിമൂവ്സ് എ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഫ്രം ദി കാർബോക്സിലിക് ആസിഡ്. സോ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അൺഹൈഡ്രസ് സോൾട്ട് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ റിമൂവ് ആവുകയും അങ്ങനെ ഫോമിംഗ് ഓഫ് എൻ ആൽക്കെയിൻ വിത്ത് 1 ലെസ് കാർബൺ ആറ്റം. എന്താണ് ഫോമിംഗ് ഓഫ് എൻ ആൽക്കെയിൻ വിത്ത് 1 ലെസ് കാർബൺ ആറ്റം? ഒരു കാർബൺ ആറ്റം കുറവുള്ള ആൽക്കെയിൻ ഫോം ചെയ്യുകയും ദാൻ ദ ഒറിജിനൽ കാർബോക്സിലിക് ആസിഡ്. സോ റിയാക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. RCOONA plus NaOH in the presence of CaO and heat RS plus Na2CO3 ആണ്. സോ RCONA സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ്. NaOH അറിയാമല്ലോ, സോഡിയം ഹൈഡ്രോക്സൈഡ് കമ്പൗണ്ട് ഓഫ് സോഡിയം ലൈം ആണ്. കാൽഷ്യം ഓക്സൈഡ് നിങ്ങൾക്ക് അറിയാം. RH ആൽക്കെയിൻ ആണ്. Na2CO3 സോഡിയം കാർബണേറ്റ് ആണ്. ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോഡിയം അസറ്റേറ്റ് ഈസ് ഹീറ്റഡ് വിത്ത് സോഡ ലൈം, മീഥേൻ CH4 ഇസ് ഫോംഡ്. സോ റിയാക്ഷൻ മനസ്സിലായല്ലോ. ഇത്രയും മാത്രം ആലോചിക്കുക. ഡീകാർബോക്സിലേഷൻ ആണ്. അൺഹൈഡ്രസ് സോഡിയം സോൾട്ട് ആണ്. സോഡ ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ്. സോഡ ലൈം എടുക്കുന്നുണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കുന്നുണ്ട്, കാൽഷ്യം ഓക്സൈഡ് എടുക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ആവുന്നു. അതാണ് ഇവിടെ നടക്കുന്ന രീതി. ഡീകാർബോക്സിലേഷൻ. ഡി ഒരെണ്ണം റിമൂവ് ചെയ്യുന്നു, മറന്നു പോകരുത്. 2. Reduction of alkanes or alkenes. So another method of preparing alkenes is through the reduction of unsaturated hydrocarbon like alkenes or alkyne. So ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ അനദർ മെത്തേഡ് പറയുവാണ്. റിഡക്ഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഹൈഡ്രോജനേഷൻ ചെയ്യാം. എന്ത് ചെയ്യാം? റിഡക്ഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഹൈഡ്രോജനേഷൻ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. എന്തിൻ്റെ? ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. എന്തിൻ്റെയാണ്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ലൈക്ക് ആൽക്കീൻ അല്ലെങ്കിൽ ആൽക്കീൻ. നമ്മുടെ കയ്യിൽ ആൽക്കീൻസിൻ്റെയോ അല്ലെങ്കിൽ ആൽക്കീൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിന് റിഡക്ഷൻ റിയാക്ഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൽക്കീൻസ് പ്രിപ്പയർ ചെയ്യാം. ദിസ് പ്രോസസ് ഇൻവോൾവ് ദ അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ടു ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് ഓഫ് ആൽക്കീൻസ് ഓർ ആൽക്കൈൻസ്. സോ നമ്മുടെ കയ്യിലുള്ള ആൽക്കീൻസോ അല്ലെങ്കിൽ ആൽക്കൈൻസിലോ ട്രിപ്പിൾ ബോണ്ടുള്ള ആൽക്കൈൻസോ ആൽക്കൈൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ H2 നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇൻവോൾവ്സ് ടു ദി ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്. ഒന്നെങ്കിൽ ഡബിളോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടുള്ള ആൽക്കീൻസോ അല്ലെങ്കിൽ ആൽക്കീൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ആറ്റം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ദം ഇൻറ്റു ആൽക്കീൻ. സിമ്പിളാണ്. ഒന്ന് ഇത്രയേ ഉള്ളൂ. ഡബിളോ ട്രിപ്പിൾ ബോണ്ട് ആയിട്ടുള്ള ആൽക്കീൻസോ ആൽക്കീൻസിലേക്ക് ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്യുമ്പോൾ കൺവേർട്ട് ടു ആൽക്കീൻസ് ആണ്. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഈ റിയാക്ഷൻ നമുക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിക്കൽ അതായത് Ni ഇൻ്റെ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലായിരിക്കണം. ടെമ്പറേച്ചർ 570 കെൽവിൻ ആയിരിക്കണം. ഒന്നും കൂടെ പറയാം, ഈ റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നിക്കലിൻ്റെ ആവശ്യമാണ്. അതുമാത്രമല്ല ടെമ്പറേച്ചർ 570 കെൽവിൻ ആയിരിക്കണം. ഈ പ്രോസസ്സിന് മറ്റൊരു പേര് പറയാറുണ്ട്, സബറ്റിയർ സെൻഡേഴ്സ് റിയാക്ഷൻ എന്നും പറയാറുണ്ട്. സബറ്റിയർ സെൻഡ്രൻസ് റിയാക്ഷൻ എന്നും പറയാറുണ്ട്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കീ പോയിന്റ്സ് ഉണ്ട്. ഹൈഡ്രോജനേഷൻ ഏജൻസ്, അതായത് ഇപ്പോൾ നമ്മൾ നിക്കൽ മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ. നിക്കൽ തന്നെ ഉപയോഗിക്കാൻ പറ്റണം എന്നില്ല. പ്ലാറ്റിനം ഉപയോഗിക്കാം, പലേഡിയം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതും ഈ ഒരു ഹൈഡ്രോജനേഷൻ പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാറുണ്ട്. ദിസ് മെത്തഡ് ഇസ് എഫക്റ്റീവ്ലി ഫോർ കൺവേർട്ടിംഗ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ഇൻ ടു സാച്ചുറേറ്റഡ് വൺ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിനെ സാച്ചുറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റീവ് മെത്തേഡാണ് ബൈ ബ്രേക്കിംഗ് ഡൗൺ ദിയർ മൾട്ടിപ്പിൾ ബോണ്ട് ആൻഡ് ആഡിങ് ഹൈഡ്രോജൻ ആറ്റം. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഹൈഡ്രോജൻ ആറ്റം ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഹൈഡ്രോജനേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ഈ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഒരു എഫക്റ്റീവ് മെത്തേഡായിട്ട് നമുക്കിതിനെ പറയാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ നിക്കലിൻ്റെ പ്രസൻസിലാണ് ഞാൻ റിയാക്ഷൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. താഴെയും കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ പഠിക്കുക, ഇല്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ പഠിക്കുക. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. നമ്മൾ കാര്യം എഴുതുക എന്നുള്ളതാണ് കേട്ടോ. 2 തേർഡ് വൺ ആണ് റിഡക്ഷൻ ഓഫ് ആൽക്കിൽ ഹാലൈറ്റ്സ് ആണ്. സോ ആൽക്കിൽ ഹാലൈറ്റ്സിന് റിഡക്ഷൻ ചെയ്താൽ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. സോ ആൽക്കെയിൻസ് ക്യാൻ ഓൾസോ ബി പ്രിപ്പയർഡ് ബൈ റിഡക്ഷൻ ഓഫ് ആൽക്കിൽ ഹാലൈറ്റ്സ് യൂസിങ് നേസൻ ഹൈഡ്രജൻ. സോ ഈ പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് ആൽക്കിൽ ഹാലൈറ്റ്സിന് റിഡക്ഷൻ ചെയ്യാം. പക്ഷേ ഇൻ ദ പ്രസൻസ് ഓഫ് എന്താണ്? നേസൻ ഹൈഡ്രജൻ്റെ പ്രസൻസിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും, ആൽക്കെയിൻസ് കിട്ടും. ദ ഹാലജൻ ആറ്റം ഇൻ ദ ആൽക്കിൽ ഹാലൈറ്റ് ഈസ് റിപ്ലേസ്ഡ് ബൈ എ ഹൈഡ്രജൻ ആറ്റം. സോ ഇവിടെ എന്താ ചെയ്യുക?
ഹാലജൻ ആറ്റം, ആൽക്കൈൽ ഹാലൈഡ്സിലുള്ള ഹാലജൻ ആറ്റം എന്ത് ചെയ്യുന്നു, റിപ്ലേസ് ചെയ്യുന്നു ആരുമായിട്ട്, ഹൈഡ്രജൻ ആറ്റം, റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് അൻ ആൽക്കീൻ. കണ്ടോ ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ഞാൻ റിഡക്ഷനാന്ന് പറഞ്ഞു, റിഡക്ഷൻ നമുക്ക് ഓൾറെഡി അറിയാം. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, ഹാലജൻ ആറ്റം ആൽക്കൈൽ ഹാലൈഡിൽ ശ്രദ്ധിക്കണേ, ആൽക്കൈൽ ഹാലൈഡിലുള്ള ഹാലജൻ ആറ്റം. സോ ഈ ഹാലൈഡില്ലേ, സോ അതിലുള്ള എന്ത് ചെയ്യുന്നു, ഹാലജൻ ആറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്ലേസ് ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ ആറ്റം ആക്കുന്നു. ഓക്കെ, replaced by hydrogen atom, resulting in the formation of an alkane. So reaction താഴെ കൊടുത്തിട്ടുണ്ട്, alkyl halide plus nascent hydrogen gives alkane. So common reducing agent ഉണ്ട്, നമുക്ക് ഒരെണ്ണം മാത്രം തന്നെ ആകണം എന്നില്ല, nascent hydrogen തന്നെ വേണം എന്നില്ല. സിങ്ക് ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആകാം, സിങ്ക് ഇൻ അസറ്റിക് ആസിഡ് ആകാം, സിങ്ക് ആൻഡ് കോപ്പർ ആകാം, നിക്കൽ ആകാം, പ്ലാറ്റിനം ആകാം, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആകാം, മോളിക്കുലർ ഹൈഡ്രജൻ ആകാം, എത്തനോൾ വിത്ത് സോഡിയം ആകാം, ഹൈഡ്രജൻ അയഡൈഡ് ആൻഡ് ഫോസ്ഫറസും ആകാം എന്നുള്ളതാണ്. അത് ഏത് വേണമെങ്കിലും, കോമൺ റെഡ്യൂസിങ് ഏജന്റ് നമുക്ക് ഏത് വേണമെങ്കിലും ആകാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആൽക്കൈൽ ഹാലൈഡ് നേസന്റ് ഹൈഡ്രജൻ ഗീവ്സ് ആൽക്കെയിൻസ് ആണ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു, ആൽക്കൈൽ ഹാലൈഡ് ഈസ് റിപ്ലേസ്ഡ് ബൈ ആൻ ഹൈഡ്രജൻ ആറ്റം. അത്രയും മാത്രം. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ അല്ലേ. നെക്സ്റ്റ് ഫോർത്ത് വൺ ഈസ് ഹൈഡ്രോലൈസിസ് ഓഫ് Grignard reagent. So Grignard reagent hydrolysis ആണ്. So alkanes can also be prepared by hydrolysis of Grignard reagent. So നമുക്ക് എന്ത് ചെയ്യാം, Grignard reagent ഹൈഡ്രോലൈസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ആൽക്കെയിൻസ് ഉണ്ടാക്കിയെടുക്കാം. So Grignard reagent are alkyl magnesium halides RMX. So Grignard reagent എന്താണ്, ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്സ് ആണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. വേർ R is an alkyl group. ഇവിടെ R എന്ന് വെച്ചാൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്. Mg മെഗ്നീഷ്യം ആണ്, എക്സ് എന്താണ്, ഹാലൈഡ് ആണ്. അപ്പോൾ ആരാണ്, ആറ് ആൽക്കൈൽ ഗ്രൂപ്പാണ്, എം ജി എന്ന് പറയുന്നത് മെഗ്നീഷ്യം ആണ്, എക്സ് ഹാലൈഡ് ആണ്. വേർ ദീസ് റീജിയൻ ആർ ഹൈഡ്രലൈസ്ഡ് ദെൻ ഈൽഡ് ദ കറസ്പോണ്ടിങ് ആൽക്കെയിൻ. സോ നമ്മൾ ഇവിടെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ, അതായത് നമ്മൾ ഹൈഡ്രലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറസ്പോണ്ടിങ് ആൽക്കെയിൻസ് കിട്ടും. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം, നമ്മുടെ ഈ ഗിഗ്നാർഡ് റിയേജനിൽ ആരൊക്കെയുണ്ട്, ഒരു ആൽക്കെയിൻ ഉണ്ട് അല്ലേ. സോ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു മെഗ്നീഷ്യം ഗ്രൂപ്പ് ഉണ്ട്, ആൻഡ് ഹാലൈഡ് ഉണ്ട് കേട്ടോ. ഇത്രയും സാധനമുണ്ട്. നമ്മളിവിടെ ഹൈഡ്രോലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിയാക്ഷൻ വിത്ത് വാട്ടർ ചെയ്യിപ്പിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു, നമ്മൾ കറസ്പോണ്ടിങ് ആൽക്കെയിൻസ് ഫോം ചെയ്തുണ്ടാക്കുകയാണ് ചെയ്യുക. സോ റിയാക്ഷൻ പറയുവാണെങ്കിൽ RMGX, അതായത് ഗിഗ്നാർഡ് റിയേജൻ വാട്ടർ H2O ഗീവ്സ് ആൽക്കെയിൻ പ്ലസ് Mg. കണ്ടോ, സെപ്പറേറ്റ് ആയത് കണ്ടോ, ഈ നമ്മൾ പറഞ്ഞ RMGX കണ്ടോ, വാട്ടർ വന്നപ്പോൾ സെപ്പറേറ്റ് ആയത് കണ്ടോ. സോ RHI ആൻഡ് MgH അത് OH X ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഇൻ ദിസ് പ്രോസസ് ആൽക്കിൽ ഗ്രൂപ്പ് ഇൻ ദ ഗിഗ്നാർഡ് റീജൻ, അത് നമ്മുടെ R ഇല്ലേ, ഞാൻ ഓൾറെഡി പറഞ്ഞ ആൽക്കിൽ ഗ്രൂപ്പ് R എന്ത് ചെയ്തു, ആൽക്കൈൽ ഗ്രൂപ്പ് ഇൻ ദ ഗിഗ്നാർഡ് റീജിയൻ ഗെയിൻ എ ഹൈഡ്രോജൻ ആറ്റം ഫ്രം ദ വാട്ടർ. സോ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് എന്ത് ചെയ്തു, നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ വെള്ളമായിട്ട് എന്ത് ചെയ്തു, അതിലുള്ള ഹൈഡ്രോജൻ ആറ്റവുമായിട്ട് എന്ത് ചെയ്തു, അഫിനിറ്റി കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഗിഗ്നാർഡ് റീജിയൻ ഗെയിൻ എ ഹൈഡ്രോജൻ ആറ്റം ഫ്രം ദ വാട്ടർ ലീഡിങ് ടു ഫോർമേഷൻ ഓഫ് ആൻ ആൽക്കെയിൻ. സോ അങ്ങനെ എന്ത് ചെയ്തു, അവിടെ ആൽക്കെയിൻ ഫോം ചെയ്തു. എന്ത് ഫോം ചെയ്തു, ആൽക്കെയിൻ ഫോം ചെയ്തു. വൈൽ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, പിന്നെ ആരാ ഉള്ളത്, മെഗ്നീഷ്യം ഉണ്ടല്ലേ. സോ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഈസ് ഫോം ആസ് എ ബൈ പ്രൊഡക്റ്റ്. അപ്പം ബാക്കി ഉണ്ടായിരുന്ന എല്ലാ പ്രൊഡക്റ്റും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്തു, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആൽക്കിൽ ഗ്രൂപ്പും ഉണ്ടായി, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി. ദിസ് മെത്തഡ് ഈസ് റിലയബിൾ വേ ടു പ്രൊഡ്യൂസ് ആൽക്കിൻ ഇൻ ലബോറട്ടറി ഫോർ ഓർഗാനോ മെഗ്നീഷ്യം കോമ്പോണൻറ്റ്. സോ ബേസിക്കലി ഓർഗാനോ മെഗ്നീഷ്യം കോമ്പോണൻസിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലബോറട്ടറിയിൽ കോമൺലി ഉപയോഗിക്കുന്ന ഒരു മെത്തഡാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗിഗ്നാർഡ് റിയേജൻ എന്ന് പഠിക്കുക. എന്താണ്, RMGX വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ആറും എന്ത് ചെയ്യുന്നു, ആറും വെള്ളവും തമ്മിൽ അതിൽ ഹൈഡ്രോജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. പിന്നെ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ബൈ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. So next one is reduction of alcohol, aldehyde, ketone or carboxylic acid. So alkane can be synthesized by reduction of alcohol, aldehyde, ketone or carboxylic acid using hydroiodic acid. So നമുക്ക് എന്ത് ചെയ്യാം, hydroiodic acid വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിയാക്ഷൻ നടത്താൻ പറ്റും ഇൻ എക്സസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. സോ നമ്മൾ ഹൈ ടെമ്പറേച്ചറിലാണ് ഈ ഒരു റിയാക്ഷൻ നടത്തിക്കുന്നത്. ദ റിയാക്ഷൻ ഇസ് ടിപ്പിക്കലി ക്യാരിഡ് ഔട്ട് ഇൻ എ സീൽ ട്യൂബ് ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ആസ് എ കാറ്റലിസ്റ്റ്. സോ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് ഇൻ ദി പ്രസൻസ് ഓഫ് ആരാണ്, റെഡ് ഫോസ്ഫറസ് അസ് കാറ്റലിസ്റ്റ്. റെഡ് ഫോസ്ഫറസ് അസ് കാറ്റലിസ്റ്റ് ആണ് അറ്റ് എക്സസ് ടെമ്പറേച്ചർ. ഓക്കെ, ആൻഡ്
ഹൈഡ്രോ അയോഡിക് ആസിഡ് ആണ്. ഇത്രയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോ ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കേണ്ടത്. റിയാക്ഷൻ്റെ മെക്കാനിസം പറഞ്ഞുതരാം. ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ ഓർ കാർബോക്സിലിക് ആസിഡ് ആർ റെഡ്യൂസ്ഡ് ബൈ ഹൈഡ്രോ അയോഡിക് ആസിഡ്. സോ നമ്മൾ ഈ ഹൈഡ്രോ അയോഡിക് ആസിഡിൽ നിന്നും റെഡ്യൂസ് ചെയ്യുന്നു. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അണ്ടർ എലിവേറ്റ് ടെമ്പറേച്ചർ കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദ ഹൈഡ്രോണിയം അയൺ ആക്ട് എസ് എൻ റെഡ്യൂസിങ് ഏജൻറ്റ്. ഈ ഹൈഡ്രോണിയം അയൺ എന്ത് ചെയ്യുന്നു? റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ റിഡക്ഷൻ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് വേണമല്ലോ. അപ്പോൾ ഇവിടെ അയോഡൈഡ് അയൺ ആണ് എന്ത് ചെയ്യുന്നത്? റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കൺവേർട്ടിംഗ് ദീസ് കോമ്പൗണ്ട് ഇൻ ടു കറസ്പോണ്ടിങ് ആൽക്കെയിൻ ബൈ റിമൂവിങ് ഓക്സിജൻ ആറ്റം. അങ്ങനെ ഓക്സിജൻ ആറ്റം റിമൂവ് ആവുകയും കറസ്പോണ്ടിങ് ആൽക്കെയിൻസ് ഫോം ചെയ്യുകയും ആൻഡ് ആഡിങ് ഹൈഡ്രജൻ ആറ്റം. അവിടെ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ആറ്റം ആഡ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ബേസിക്കലി നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്തുകൊണ്ട് ഇന്ന് കറസ്പോണ്ടിങ് ഓക്സിജൻ റിമൂവ് ചെയ്തുകൊണ്ട് ആൽക്കെയിൻസ് ഫോം ചെയ്യുന്നു. ഓക്കെ, സോ കണ്ടീഷൻ ഉണ്ട്. ഹൈ ടെമ്പറേച്ചർ ആയിരിക്കണം, ഹൈ പ്രഷറും ഉണ്ടായിരിക്കണം. സോ റെഡ് ഫോസ്ഫറസ് ഞാൻ പറഞ്ഞു കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുക. സോ ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കാർബോക്സിലിക് ആസിഡ് ഈസ് റെഡ്യൂസ് ടു ആൽക്കിൻ യൂസിങ് HA ആൻഡ് റെഡ് ഫോസ്ഫറസ്. സോ നിങ്ങൾക്കത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ബേസിക് ആയിട്ട് എഴുതിയാലും മതി എന്നുള്ളതാണ് കേട്ടോ. സോ RP റെഡ് ഫോസ്ഫറസ് ആണ്, മറന്നു പോകരുത്. സോ നെക്സ്റ്റ് വൺ ഈസ് ക്ലെമൻസൺ റിഡക്ഷൻ ആണ്. സോ ഇത് നിങ്ങൾക്ക് അങ്ങോട്ടൊക്കെ പഠിക്കേണ്ടി ഒരുപാട് വരും കേട്ടോ, അപ്പോൾ ഇപ്പോഴേ പഠിച്ചു വെക്കാം. സോ ക്ലെമൻസൺ റിഡക്ഷൻ ഈസ് എ സ്പെസിഫിക് മെത്തഡ് ഓഫ് റെഡ്യൂസിങ് കാർബൺ കോമ്പൗണ്ട് എസ്പെഷ്യലി കീറ്റോൺ ടു ആൽക്കെയിൻ. സോ കീറ്റോൺസിനെ ആൽക്കെയിൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് മെത്തേഡ് ഓഫ് റിഡക്ഷൻ ആണ് ആര്? ക്ലെമൻസൺ. ഈ പ്രോസസ്സിൽ കാർബൺ ഗ്രൂപ്പ് C+O ഈസ് കംപ്ലീറ്റ്ലി റെഡ്യൂസ്ഡ്. സോ ഇവിടെ കാർബൺ ഗ്രൂപ്പ് കംപ്ലീറ്റ്ലി റെഡ്യൂസ് ആവുകയാണ് ചെയ്യുക. ആൻഡ് ദ കോമ്പൗണ്ട് ഈസ് കൺവേർട്ട് ഇൻ ടു കറസ്പോണ്ടിങ് ആൽക്കെയിൻ. അങ്ങനെ എന്ത് ചെയ്യുന്നു? കറസ്പോണ്ടിങ് ആൽക്കെയിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ റിയാക്ഷൻ പറയുവാണെങ്കിൽ കീറ്റോൺസ് ഓർ ആൽഡിഹൈഡ് ആർ റെഡ്യൂസ്ഡ് യൂസിങ് സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഒന്നും കൂടെ പറയാം. കീറ്റോൺസോ ആൽഡിഹൈഡോ നമ്മൾ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു ബൈ യൂസിങ് സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റ് HCl ആണ്. കണ്ടീഷൻ പറയുവാണെങ്കിൽ എന്ത് ചെയ്യണം? റിയാക്ഷൻ നടക്കേണ്ടത് അസിഡിക് കണ്ടീഷനിലായിരിക്കണം വിത്ത് പ്രസൻസ് ഓഫ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ക്ലെമൻസും ഞാൻ പറഞ്ഞു, കീറ്റോൺസും ആൽഡിഹൈഡും. കീറ്റോൺ ടു ആൽഡിഹൈഡ് ആണ് ഞാൻ പറഞ്ഞു, കാർബൺ ഗ്രൂപ്പ്സ് ആണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാർബൺ ഗ്രൂപ്പിനെ നമ്മൾ കംപ്ലീറ്റ്ലി റെഡ്യൂസ് ചെയ്യുകയും കൺവേർട്ട് ടു കറസ്പോണ്ടിങ് ആൽക്കെയിൻസ് ആണ്. സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. റിയാക്ഷൻ നടക്കുമ്പോൾ അസിഡിക് കണ്ടീഷൻ ഉണ്ടായിരിക്കണം. സോ ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കീറ്റോൺ ഈസ് റെഡ്യൂസ്ഡ് ടു ആൻ ആൽക്കെയിൻ ത്രൂ ദിസ് process. This method is particularly useful for reducing ketone and aldehyde, leaving other functional groups. So other functional group നമ്മൾ ബാക്കി ലെഫ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഈ റിയാക്ഷൻ നടന്നു പോവുകയാണ് ചെയ്യുക. സോ കീറ്റോൺസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സിങ്ക് അമാൽഗം ആൻഡ് ആൽക്കെയിൻ പ്രൊഡക്ഷൻ കേട്ടോ. സോ അസിറ്റോൺ പ്രൊപ്പൈൻ ആക്കുന്ന രീതിയും ഞാൻ എക്സാമ്പിൾ വേറെ കൊടുത്തിട്ടുണ്ട്. സോ പറ്റുന്നതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വൂഡ് സിന്തസിസ് ആണ് കേട്ടോ. സോ വൂഡ് സിന്തസിസിൽ ഡെഫിനേഷൻ നോക്കാം. സോ വൂഡ് സിന്തസിസ് ഇസ് എൻ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് 2 ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു ഫോം ആൽക്കെയിൻ. സോ അറ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വേണ്ടതാരാണ്? ആൽക്കെയിൻസാണ് വേണ്ടത്. സോ എവിടെ നിന്ന് ഉണ്ടാവുന്നത്? നമ്മൾ പറയുന്നത് രണ്ട് ആൽക്കൈൽ ഹാലൈറ്റ്സ് ആര്? മെറ്റാലിക് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. രണ്ട് ആൽക്കൈൽ ഹാലൈറ്റ്സ് മെറ്റാലിക് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ. അങ്ങനെ ആൽക്കെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് ഇസ് യൂസ് ടു കപ്പിൾ 2 ആൽക്കൈൽ ഹാലൈറ്റ് ടു പ്രൊഡ്യൂസ് എ ഹയർ ആൽക്കെയിൻ. സോ രണ്ട് ആൽക്കൈൽ ഹാലൈറ്റ്സ് ഹയർ ആൽക്കെയിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് വൂഡ് സിന്തസിസ്. റിയാക്ഷൻ പറയുവാണെങ്കിൽ സൊല്യൂഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈറ്റ്സ്, പെർട്ടിക്കുലർലി ആൽക്കിൽ ബ്രോമൈഡ് ഓർ ആൽക്കിൽ അയോഡൈഡ്. സോ ഒരു കയ്യിൽ നമ്മൾ ആൽക്കിൽ ബ്രോമൈഡോ അല്ലെങ്കിൽ ആൽക്കിൽ അയോഡൈഡോ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ. അങ്ങനെ എന്ത് ചെയ്യുന്നു? നമുക്ക് ഈ റിയാക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ R റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആൽക്കിൽ ഗ്രൂപ്പാണ് ആൻഡ് XX റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹാലൈഡ്, ബ്രോമൈഡോ അയോഡൈഡോ ആയിരിക്കും കേട്ടോ. സോ അതിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നില്ല, തൊട്ട് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും മനസ്സിലാകും. സോ നെക്സ്റ്റ് വൺ ഈസ് കൊറി ഹൗസ് സിന്തസിസ് ആണ് കേട്ടോ. സോ കൊറി ഹൗസ് സിന്തസിസ്. സോ ഡെഫിനേഷൻ പറയുവാണെങ്കിൽ കൊറി ഹൗസ് സിന്തസിസ് ഓൾസോ നോൺ ആസ് കൊറി ഹൗസ് റിയാക്ഷൻ. സോ
സിന്തസിസ് എന്ന് പറയാറുണ്ട്, റിയാക്ഷൻ എന്ന് പറയാറുണ്ട്. ഈസ് എൻ ഇംപ്രൂവ് മെത്തഡ് ഓഫ് കപ്പിൾ ആൽക്കിൽ ഹാലൈഡ് ദാറ്റ് എലിമിനേറ്റ് ദ ലിമിറ്റേഷൻ ഓഫ് വൂഡ് സിന്തസിസ്. സോ ഇതെന്താണ്, ഇതൊരു ഇംപ്രൂവൈസ്ഡ് അല്ലെങ്കിൽ ഇംപ്രവൈസ്ഡ് മെത്തഡാണ്. എന്തിനു വേണ്ടിയിട്ട്? കപ്ലിംഗ് ആൽക്കിൽ ഹാലൈഡ് ദാറ്റ് എലിമിനേറ്റ് ദ ലിമിറ്റേഷൻ ഓഫ് വൂഡ് സിന്തസിസ്. നമ്മൾ ഓൾറെഡി വൂഡ് സിന്തസിസ് പഠിച്ചില്ലേ, അപ്പം അവിടെ ഉണ്ടായിരുന്ന ലിമിറ്റേഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് കോർണി ഹൗസ് സിന്തസിസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇറ്റ് അലോസ് ഫോർ കപ്പിൾ ഓഫ് 2 ഡിഫറെൻറ്റ് ആൽക്കിൽ ഗ്രൂപ്പ്. ഇവിടെ നിന്ന് 2 ഡിഫറെൻറ്റ് ആൽക്കിൽ ഗ്രൂപ്പിനെ കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുന്നു, വിച്ച് വാസ് ലിമിറ്റ് ഇൻ വൂഡ് സിന്തസിസ്. വൂഡ് സിന്തസിൽ എന്ത് ചെയ്യില്ല, നമ്മൾ ഈ 2 ഡിഫറെൻറ്റ് ആൽക്കിൽ ഗ്രൂപ്പിനെ കപ്പിൾ ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 2 ഡിഫറെൻറ്റ് ആൽക്കിൽ ഗ്രൂപ്പിനെ കപ്പിൾ ചെയ്യാൻ സമ്മതിക്കും. അതാണ് ഇതിൻ്റെ ഒരു കോർണി ഹൗസ് സിന്തസിന് ഒരു അഡ്വാൻസ്ഡ് മെത്തേഡ് ഓഫ് വൂഡ് സിന്തസിസ് എന്ന് പറയാം. വെയർ സിമെട്രിക്കലി ആൽക്കെയിൻ വെയർ പ്രീഡോമിനൻ്റ്ലി ഫോംഡ്. അപ്പോൾ ഇത് സിമെട്രിക്കലി എന്ത് ചെയ്യുന്നു, ആൽക്കെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ റിയാക്ഷൻ പറയുവാണെങ്കിൽ കോറി ഹൗസ് സിന്തസിസ് ആൽക്കിൽ ഹാലൈഡ്സ് ആർ റിയാക്ട് വിത്ത് ലിഥിയം ഡൈ ഓർഗാനോ കുപ്രൈഡ്. സോ R2CuLi ടു ഫോം ആൽക്കെയിൻ. സോ എന്ത് ചെയ്യുന്നു, ഇവിടെ ആൽക്കൈൽ ഹാലൈഡ്സ് ലിഥിയം ഡൈ ഓർഗാനോ കുപ്രൈറ്റ് R2CuLi ആയിട്ട് റിയാക്ട് ചെയ്ത് ആൽക്കെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദിസ് റിയാക്ഷൻ പ്രോസസ് ഇൻ 2 സ്റ്റെപ്പ്. ആൻഡ് ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് ലിഥിയം മെറ്റൽ. സോ ഇവിടെ ആൽക്കൈൽ ഹാലൈഡ് എന്ത് ചെയ്യുന്നു, ലിഥിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു വിത്ത് ടു ഫോം ആൽക്കൈൽ ലിഥിയം കോമ്പൗണ്ട്. സോ ആൽക്കൈൽ ലിഥിയം കോമ്പൗണ്ട് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദ ആൽക്കൈൽ ലിഥിയം റിയാക്ട് വിത്ത് കോപ്പർ അയോഡിയം ടു ഫോം ഡൈ ഓർഗാനോ കുപ്രൈഡ്. പിന്നെ ഉണ്ടായിട്ടുള്ള ആൽക്കൈൽ ലിഥിയം കോമ്പൗണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ആൽക്കൈൽ ലിഥിയം കോമ്പൗണ്ട് ഫോം ചെയ്യണം. ഉണ്ടായ ആൽക്കൈൽ ലിഥിയം കോമ്പൗണ്ടിൽ നിന്നും കോപ്പറും അയഡിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഡൈ ഓർഗാനോ കുപ്രൈറ്റ് ഫോം ചെയ്യുന്നു. പിന്നെ അതെന്ത് ചെയ്യുന്നു, വിച്ച് ക്യാൻ ദെൻ കപ്പിൾ വിത്ത് അനദർ ആൽക്കൈൽ ഹാലൈഡ്. ഈ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഭാഗമാണ് ലിമിറ്റേഷൻ ഞാൻ പറഞ്ഞത്. സോ എന്ത് ചെയ്യുന്നു, ഫർദർലി ആൽക്കൈൽ ഹാലൈഡുമായിട്ട് കപ്പിൾ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഡിസൈർ നമുക്ക് ആവശ്യമുള്ള ആൽക്കൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇത് ജനറൽ റിയാക്ഷനാണ്. ഇത് നിങ്ങൾ ആദ്യം പഠിക്കുക. ഇത് പഠിച്ചതിന് ശേഷം എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി. സോ RR ആൽക്കൈൽ ഗ്രൂപ്പാണ്, X ഹാലൈഡ് ആണ്, ബ്രോമൈഡോ അയഡൈഡോ ആകാം. സോ സെയിം തന്നെ, റിയാക്ഷൻ ഒരു വ്യത്യാസവും ഇല്ല. സോ R2CuLi ആർക്കും നിങ്ങൾക്ക് അറിയില്ല, ലിഥിയം ഡൈ ഓർഗാനോ കുപ്രൈറ്റ് ആണ്. അപ്പോൾ അതിൽ ഞാൻ എക്സ്ട്രാ ഒന്നും പറയുന്നില്ല. ഇത്രയാണ് റിയാക്ഷൻസ്. സോ ഞാൻ ബേസിക്കലി പറയില്ല, ഇത് മൊത്തം പഠിക്കണം എന്ന് പറയില്ല. നിങ്ങൾക്ക് പറ്റുന്നൊരു 3 എണ്ണമെങ്കിലും പഠിച്ചു വെക്കാം. ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം, ഇന്ന റിയാക്ഷൻ എഴുതൂ എന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എനി ഗീവ് 2 അല്ലെങ്കിൽ എനി ഗീവ് 3 അല്ലെങ്കിൽ ഗീവ് ദ റിയാക്ഷൻ അല്ലെങ്കിൽ സിന്തസിസ് എന്നൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ മാക്സിമം നിങ്ങൾ ജനറൽ റിയാക്ഷൻ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരിക്കും. സോ ബേസിക് കൺസെപ്റ്റെങ്കിലും പഠിച്ചു വെക്കാം. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.